കുവൈത്തിൽ വിദേശികളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുടുംബ വിസ അനുവദിക്കുന്നത് നിർത്തിവെച്ചു. വിദേശികളുടെ ആരോഗ്യ ഇൻഷുറൻസ് ഫീസും ഇഖാമ ഫീസും വർദ്ധിക്കുന്നതിനുള്ള കരട് ബിൽ പാർലമെന്റിന്റെ അനുമതി ലഭിക്കുന്നതുവരെ വിസ അനുവദിക്കുന്നതല്ല. പുതുക്കിയ ഫീസ് അനുസരിച്ച് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വിസ ലഭിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ വേണ്ടിവരും. വിദേശികളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുടുംബ വിസ അനുവദിക്കുന്നത് കുടിയേറ്റ വിഭാഗം താത്കാലികമായി നിർത്തിവെച്ചു. വിദേശികളുടെ ആരോഗ്യ ഇൻഷുറൻസ് സംബന്ധിച്ച കരട് ബിൽ പാർലമെന്റിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പാർലമെന്റിന്റെ സാമ്പത്തികകാര്യ സമിതിയുടെ അനുമതി ലഭിക്കുന്നതുവരെ കുടുംബ വിസ അനുവദിക്കുന്നതിൽ കാലതാമസം നേരിടും. പുതുക്കിയ ആരോഗ്യ ഇൻഷുറൻസ് ഫീസായ 300 ദിനാർ ഏകദേശം 66,000 രൂപ ഈടാക്കുന്നതിനാണ് കരട് ബില്ലിലെ നിർദ്ദേശം. കൂടാതെ താമസരേഖ ലഭിക്കുന്നതിന് 200 ദിനാർ അതായത് 44,000 രൂപ ഇഖാമ ഫീസും നൽകണം. അതായത് പുതുക്കിയ നിരക്കനുസരിച്ച് വിദേശികളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുടുംബ വിസയ്ക്ക് 1 ലക്ഷം രൂപ ഫീസ് ഈടാക്കുന്നതിനാണ് നിർദ്ദേശം. പാർലമെന്റിന്റെ അനുമതി ലഭിക്കുന്നതോടെ നിയമം പ്രാബല്യത്തിലാകുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം നിലവിൽ രാജ്യത്ത് താമസിക്കുന്ന വിദേശികളുടെ ആശ്രിതർക്ക് ഇഖാമ പുതുക്കി നൽകുന്നതിന് വർദ്ധിപ്പിച്ച ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് നിരക്ക് ഈടാക്കുന്നതായും ഇത്തരത്തിൽ ലഭിച്ച 13,000 അപേക്ഷകളിൽ 1,500 പേർക്ക് ഈ മാസം ഇഖാമ അഥവാ താമസരേഖ പുതുക്കി നൽകിയതായും അധികൃതർ അറിയിച്ചു. എന്നാൽ വർദ്ധിപ്പിച്ച പുതുക്കിയ ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് നൽകുന്നതിന് സന്നദ്ധരാകുന്നവർക്കും ആശ്രിത വിസ അനുവദിക്കുന്നതല്ല. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. 7.3 ലക്ഷം നിയമലംഘകർ സൗദി അറേബ്യയിലെ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയതായി പാസ്പോർട്ട് ഡയറക്ടറേറ്റ്. 4 മാസം നീണ്ടുനിന്ന പൊതുമാപ്പിൽ ഇവർ രാജ്യം വിട്ടു. 6 ലക്ഷം നിയമലംഘകരായ വിദേശികൾ രാജ്യത്തുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിന് മുഴുവൻ പ്രവിശ്യകളിലും പരിശോധന തുടങ്ങിയതായും പാസ്പോർട്ട് ഡയറക്ടർ പറഞ്ഞു. 4 മാസത്തിനിടെ 7,30,000 നിയമലംഘകരായ വിദേശികൾ എക്സിറ്റ് വിസയിൽ മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങിയതായി പാസ്പോർട്ട് ഡയറക്ടർ ജനറൽ മേജർ സുലൈമാൻ അൽ-ലഹിയ പറഞ്ഞു. പൊതുമാപ്പ് ലക്ഷ്യം നേടാൻ കഴിഞ്ഞെന്നാണ് പാസ്പോർട്ട് വകുപ്പിന്റെ വിലയിരുത്തൽ. സൗദിയിൽ മുമ്പ് 30 ലക്ഷം നിയമലംഘകർ ഉണ്ടായിരുന്നു. താമസാനുമതി രേഖയായ ഇഖാമ ഇല്ലാത്തവരും പുതുക്കാത്തവരും വിരലടയാളം രേഖപ്പെടുത്താതിരുന്നവരും ഇതിൽ ഉൾപ്പെടും. പൊതുമാപ്പ് വേളയിൽ 24 ലക്ഷം നിയമലംഘകർ ഇഖാമ പുതുക്കി വിരലടയാളം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനിയും 6 ലക്ഷം നിയമലംഘകർ അനധികൃതമായി കഴിയുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുന്നതിന് പോലീസുമായി സഹകരിച്ച് പരിശോധന ശക്തമാക്കിയതായി സുലൈമാൻ അൽ-ലഹിയ പറഞ്ഞു. അതേസമയം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി മടങ്ങിയ നിയമലംഘകരുടെ ഇഖാമ ഫീസും പിഴയും സ്പോൺസർമാരിൽ നിന്ന് ഈടാക്കുമെന്ന് പാസ്പോർട്ട് വകുപ്പ് വ്യക്തമാക്കി. രാജ്യം വിട്ടവരുടെ പേരിലുള്ള പിഴ ഉൾപ്പെടെയുള്ള ഇഖാമ ഫീസ് സ്പോൺസറുടെ പേരിൽ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് എക്സിറ്റ് അനുവദിച്ചത്. ഇക്കാര്യം നേരത്തെ പുറത്തുവിട്ടിരുന്നില്ല. പൊതുമാപ്പ് അവസാനിച്ചതോടെയാണ് പാസ്പോർട്ട് ഡയറക്ടർ സുലൈമാൻ അൽ-ലഹിയ ഇക്കാര്യം വ്യക്തമാക്കിയത്. മാതൃഭൂമി ന്യൂസ്, റിയാദ്. സൗദിയിൽ വിദേശികളായ എഞ്ചിനീയർമാരുടെ പ്രൊഫഷണൽ മാറ്റുന്നത് നിർത്തിവെക്കാൻ തൊഴിൽ സാമൂഹിക വികസനകാര്യ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടു. വിദേശി എഞ്ചിനീയർമാർ സ്വദേശികളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം റിയാദിലെ തൊഴിൽ സാമൂഹിക വികസനകാര്യ മന്ത്രാലയം ആസ്ഥാനത്ത് സ്വദേശി എഞ്ചിനീയർമാർ മന്ത്രി ഡോക്ടർ അലി അൽ ഗഫീസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ സ്വദേശികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്നാണ് വിദേശ എഞ്ചിനീയർമാരുടെ പ്രൊഫഷൻ മാറ്റം നിർത്തിവെക്കാൻ മന്ത്രി ഉത്തരവിട്ടത്. സൗദിയിൽ വിദേശി എഞ്ചിനീയർമാരുടെ അവസരം കുറയ്ക്കാൻ ഇതുവഴി കഴിയുമെന്നാണ് തൊഴിൽ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. സൗദിയിൽ എഞ്ചിനീയർമാരുടെ യോഗ്യത പരിശോധിച്ച് രജിസ്ട്രേഷൻ നൽകുന്ന കൗൺസിൽ ഓഫ് സൗദി എഞ്ചിനീയേഴ്സിൽ 2.30 ലക്ഷം എഞ്ചിനീയർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 92% വിദേശികളാണ്. യോഗ്യതയുള്ള 18,046 സ്വദേശി എഞ്ചിനീയർമാർക്ക് മാത്രമാണ് കൗൺസിൽ രജിസ്ട്രേഷൻ നൽകിയിട്ടുള്ളത്. വിദേശ എഞ്ചിനീയർമാരിൽ 79% സിവിൽ, ആർക്കിടെക്ട്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരാണ്. എഞ്ചിനീയറിംഗ് പ്രൊഫഷനല്ലാത്ത വിസകളിൽ നിരവധി വിദേശികൾ തൊഴിൽ തേടി സൗദിയിലെത്തുന്നുണ്ട്. ഇവർ കൗൺസിൽ ഓഫ് സൗദി എഞ്ചിനീയേഴ്സിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് രജിസ്ട്രേഷൻ നേടും. തുടർന്ന് പ്രൊഫഷൻ മാറ്റി മികച്ച ജോലി കണ്ടെത്തുന്നുണ്ട്. ഇത് സ്വദേശികളുടെ അവസരം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് പ്രൊഫഷൻ മാറ്റുന്നത് നിർത്തിവെക്കാൻ ഉത്തരവിട്ടതെന്ന് തൊഴിൽ മന്ത്രാലയം വക്താവ് ഖാലിദ് അബേൽഖേൽ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. വിശുദ്ധ നഗരമായ മക്കയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി തയ്യാറാക്കിയ അൽ ഫൈസലിയ പദ്ധതിയുടെ ഭാഗമായി വിമാനത്താവളവും തുറമുഖവും നിർമ്മിക്കുമെന്ന് സൗദി രാജാവിന്റെ ഉപദേഷ്ടാവും മക്ക ഗവർണറുമായ അമീർ ഖാലിദ് അൽ ഫൈസൽ പറഞ്ഞു. പുതിയ നഗരത്തിന് പകരം മക്ക നഗരത്തിന് തുടർച്ചയാണ് അൽ ഫൈസലിയ പദ്ധതിയെന്നും ഗവർണർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു.
ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം, ജിദ്ദ ഇസ്ലാമിക് സീപോർട്ട് എന്നിവയ്ക്ക് കീഴിലാണ് പുതിയ എയർപോർട്ടും തുറമുഖവും സ്ഥാപിക്കുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് അന്താരാഷ്ട്ര കമ്പനികളെയും ഇസ്ലാമിക് ധനകാര്യ സ്ഥാപനങ്ങളെയും അനുവദിക്കുമെന്നും അമീർ ഖാലിദ് അൽ ഫൈസൽ പറഞ്ഞു. 7 ഘട്ടങ്ങളിലായി 2050 പദ്ധതി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. മക്കയിലെ വിശുദ്ധ ഹറം അതിർത്തിയിൽ നിന്ന് പടിഞ്ഞാറൻ തീരമായ അൽ ഷുഐബ വരെ 2450 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. മക്ക പ്രവിശ്യയിലെ മുഴുവൻ സർക്കാർ വകുപ്പുകളുടെ ആസ്ഥാന മന്ദിരങ്ങളും ഇവിടെ സ്ഥാപിക്കും. പദ്ധതി പ്രദേശത്ത് ഇസ്ലാമിക് സെന്ററിൽ ഇസ്ലാമിക് റിസർച്ച് സെന്റർ, ഓഡിറ്റോറിയങ്ങൾ, സെമിനാർ ഹാളുകൾ, പാർപ്പിടങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ കാർഷിക സ്ഥാപനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9.95 ലക്ഷം പാർപ്പിടങ്ങളും ഉണ്ടാകും. മെട്രോയും ട്രാമും ഉൾപ്പെടെയുള്ള ആധുനിക യാത്രാ സംവിധാനങ്ങളും ഉണ്ടാകും. വർഷം 1 കോടി സന്ദർശകരെ ആകർഷിക്കാൻ അൽ ഫൈസലിയ പദ്ധതിക്ക് കഴിയും. മക്ക പ്രവിശ്യ വികസന അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര മാനേജ്മെന്റാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അമീർ ഖാലിദ് അൽ ഫൈസൽ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. നിരോധിക്കപ്പെട്ട സംഘടനകളുടെയും ഭീകരപ്രവർത്തനത്തിൽ ഉൾപ്പെട്ട വ്യക്തികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ UAE സെൻട്രൽ ബാങ്ക് മരവിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച സർക്കുലർ രാജ്യത്തെ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും കൈമാറി. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന UAEയുടെ ശക്തമായ ഇടപെടലാണ് മരവിപ്പിക്കൽ തീരുമാനം. സൗദി, ബഹ്റൈൻ, UAE, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ട സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരുടെ സാമ്പത്തിക ഇടപാടുകളാണ് സെൻട്രൽ ബാങ്ക് മരവിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ സെൻട്രൽ ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും കൈമാറി. മരവിപ്പിക്കേണ്ട അക്കൗണ്ടുകളും ഇടപാടുകളും കണ്ടുപിടിച്ച് നടപടികൾ ഉടനടി സ്വീകരിക്കണമെന്ന നിർദ്ദേശവും സർക്കുലറിലുണ്ട്. ഭീകരതയ്ക്കെതിരെയുള്ള ശക്തമായ നടപടിയുടെ ഭാഗമായാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത്. കാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ വ്യാപകമായ രീതിയിൽ ഭീകര പ്രവർത്തനങ്ങൾക്കായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്. ഒമാനിലെ ട്രാൻസ്പോർട്ട് കമ്പനികൾ സ്വദേശീവൽക്കരണം കൊണ്ടുവരണമെന്ന് കമ്പനി ഉടമകൾ. ട്രാൻസ്പോർട്ട് മേഖലയിലെ അനധികൃത വ്യാപാരം കുറ്റകരമാക്കണമെന്നും ട്രാൻസ്പോർട്ട് കമ്പനി ഉടമകൾ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് മേധാവിയോട് ആവശ്യപ്പെട്ടു. ട്രാൻസ്പോർട്ട് മേഖലയിൽ നിന്നും ഒരു കമ്മിറ്റി രൂപീകരിക്കാനും നിർദ്ദേശമുണ്ട്. നിയമവിരുദ്ധമായി നടത്തിവരുന്ന ട്രാൻസ്പോർട്ടിംഗ് ഇടപാടുകൾക്ക് പരിഹാരം കാണണമെന്നും സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തണമെന്നും ട്രാൻസ്പോർട്ട് കമ്പനി മേധാവികൾ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ സയ്യിദ് സാലിം അൽ കിയൂമിയോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ട്രാൻസ്പോർട്ട് രംഗത്ത് പൂർണ്ണമായും സ്വദേശിവൽക്കരണം നടപ്പിലാക്കണമെന്ന് സ്വകാര്യ കമ്പനി അധികൃതർ ആവശ്യപ്പെട്ടു. റോഡ് മാർഗമുള്ള കസ്റ്റംസ് മേഖലകളിൽ സർക്കാർ ഏജൻസികളുടെ റെഗുലേറ്ററി ഓഫീസുകൾ സ്ഥാപിച്ച് അതുപ്രകാരം ഷിപ്പിംഗ് ജോലികൾ നടത്തണമെന്നും അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള ട്രക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും കമ്പനി മേധാവികൾ ആവശ്യപ്പെട്ടു. വ്യവസായ മേഖലകളിലും തുറമുഖങ്ങളിലും സ്വദേശികൾക്ക് മുൻഗണന നൽകുമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ സയ്യിദ് ബിൻ സാലിം അൽ കിയൂമി കമ്പനി മേധാവികൾക്ക് ഉറപ്പു നൽകി. ഗതാഗത മേഖലയുമായി ബന്ധപ്പെടുന്ന എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഗതാഗത രംഗത്തെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുമെന്നും സാലിം അൽ കിയൂമി ട്രാൻസ്പോർട്ടിംഗ് കമ്പനി ഉടമകൾക്ക് ഉറപ്പു നൽകി. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. അറബ് ഇന്റർ പാർലമെന്ററി യൂണിയൻ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് കുവൈറ്റ് പാർലമെന്ററി സ്പീക്കറും ഉന്നതതല പ്രതിനിധി സംഘവും മൊറോക്കയിലെത്തി. അൽ അക്സ പള്ളിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിക്കുന്നതിനാണ് അടിയന്തര യോഗം സംഘടിപ്പിച്ചത്. കുവൈത്തിന്റെ ശക്തമായ പ്രതിഷേധം യോഗത്തിൽ അറിയിക്കുമെന്ന് സ്പീക്കർ മർസൂഖ് അൽ ഗാനിം അറിയിച്ചു. മൊറോക്കോ തലസ്ഥാനമായ റബാത്തിൽ നടക്കുന്ന അറബ് ഇന്റർ പാർലമെന്ററി യൂണിയൻ സമ്മേളനത്തിൽ കുവൈറ്റ് പാർലമെന്റ് സ്പീക്കർ മർസൂഖ് അൽ ഗാനിമും പ്രതിനിധി സംഘവും കുവൈത്തിന്റെ ശക്തമായ പ്രതിഷേധം അറിയിക്കും. അലക്സ പള്ളിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ നിഷ്ഠൂരമായ ആക്രമണത്തെ അംഗരാജ്യങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എമർജൻസി യോഗം സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും ഇക്കാര്യത്തിൽ കുവൈത്തിന്റെ ശക്തമായ പ്രതിഷേധം യോഗത്തിൽ അറിയിക്കുമെന്നും റബാത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് സ്പീക്കർ മർസൂഖ് അൽ ഗാനിം വിമാനത്താവളത്തിൽ വാർത്താലേഖകരെ അറിയിച്ചു. റബാത്തിലെത്തിയ സ്പീക്കറെയും പ്രതിനിധി സംഘത്തെയും മൊറോക്കൻ ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഡെപ്യൂട്ടി സ്പീക്കർ റാഷിദ് അൽ അബ്ദി, മൊറോക്കോയിലെ കുവൈറ്റ് എംബസി ചാർജ് ഡി അഫയേഴ്സ് ഖാസി അൽ ഫഹദി മറ്റ് നയതന്ത്ര പ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു. അലക്സ പള്ളിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുവൈത്തിൽ വിവിധ വിദ്യാർത്ഥി യൂണിയനുകളും സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളും സംയുക്തമായി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ റേജ് ഓവർ അലക്സ പ്രതിഷേധ റാലികളും സംഘടിപ്പിച്ചിരുന്നു. അതോടൊപ്പം കുവൈറ്റ് ജനതയുടെ ശക്തമായ പ്രതിഷേധം അറബ് ഇന്റർ പാർലമെന്ററി യൂണിയൻ സമ്മേളനത്തിലും അറിയിക്കുന്നതിനാണ് സ്പീക്കർ മർസൂഖ് അൽ ഗാനിമും പ്രതിനിധി സംഘവും റബാത്തിലെത്തിയിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. കുവൈത്തിൽ സ്വദേശികൾക്കും വിദേശികൾക്കും മികച്ച ആരോഗ്യ ചികിത്സ ഉറപ്പുവരുത്തുമെന്ന് ആരോഗ്യമന്ത്രി. രാജ്യത്തെ ചില പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മന്ത്രി നടത്തിയ സന്ദർശനത്തെ തുടർന്നാണ് രോഗികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുമെന്ന് ഡോക്ടർ ജമാ അൽ ഹർബി പ്രഖ്യാപിച്ചത്.
ആരോഗ്യമന്ത്രി ഡോക്ടർ ജമാൽ അൽ ഹർബിയും സംഘവും കുവൈത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ മിന്നൽ സന്ദർശനത്തിലാണ് നിരവധി രോഗികൾക്ക് അടിയന്തര മെഡിക്കൽ സഹായം ലഭിക്കുന്നില്ല എന്ന് കണ്ടെത്തിയത്. രോഗികൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥ ഒഴിവാക്കി എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കുന്നതിനും വേണ്ട ടെസ്റ്റുകൾ നടത്തുന്നതിനും പ്രത്യേക ഹെൽത്ത് കെയർ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രി അധികൃതരുമായും രോഗികളുമായും നേരിട്ട് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് രോഗികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് എത്രയും വേഗം പരിഹാരം കാണുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി അനിവാര്യവും ഏറ്റവും മികച്ച ആരോഗ്യ സേവനം ഉറപ്പുവരുത്തുന്ന പുതിയ പദ്ധതിക്ക് രൂപം നൽകും. കൂടാതെ നിരവധി മാറ്റങ്ങൾ ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കി വരികയാണെന്നും ആരോഗ്യ മേഖലയിൽ സർവത്ര അഴിച്ചുപണി നടത്തി എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാവിധ സജ്ജീകരണങ്ങളും ഉറപ്പുവരുത്തുന്നതാണെന്ന് മന്ത്രി അറിയിച്ചു. വിദേശികൾക്കായി പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് ആശുപത്രികൾ 2018 പൂർത്തിയാക്കുന്നതാണെന്നും ഇതോടെ വിദേശികൾക്കും സ്വദേശികൾക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ലഭിക്കുന്നതാണെന്ന് മന്ത്രി വാർത്താലേഖകരെ അറിയിച്ചു. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. റിയാദിൽ ഗ്രോസറി ഷോപ്പിൽ മലയാളി കൊല്ലപ്പെട്ട കേസിൽ പിടിയിലായ അറബ് വംശജർ കുറ്റം സമ്മതിച്ചതായി അന്വേഷണ സംഘം. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പ്രതികൾക്കെതിരെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും റിയാദ് പോലീസ് വക്താവ് അറിയിച്ചു. പരപ്പനങ്ങാടി സ്വദേശി സിദ്ദീഖ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രണ്ടംഗ സംഘം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. റിയാദ് അസീസിയയിലെ ഗ്രോസറി ഷോപ്പിൽ അതിക്രമിച്ചു കടന്നവരാണ് സിദ്ദീഖിനെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി വെട്ടേറ്റ സിദ്ദീഖിനെ റെഡ് ക്രസന്റ് ആശുപത്രിയിലെത്തിച്ച് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും മരിക്കുകയായിരുന്നു. രണ്ടുപേർ കടയിൽ കയറി തലയിലും കൈകാലുകളിലും വെട്ടി വെള്ള നിറമുള്ള വാഹനത്തിൽ പോയതായി സിദ്ദീഖ് പോലീസിന് മൊഴി നൽകിയിരുന്നു. ഷോപ്പിന് സമീപം സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ദൃശ്യത്തിൽ പതിഞ്ഞ കാറിന്റെ നമ്പറിൽ നിന്ന് വാഹന ഉടമയെ കണ്ടെത്തി. ഇത് പ്രതികളെ വേഗം പിടികൂടാൻ സഹായിച്ചെന്ന് പോലീസ് വക്താവ് കേണൽ ഫവാസ് അൽ മൈമാൻ പറഞ്ഞു. അക്രമികളിൽ ഒരാളെ റിയാദ് തായിഫ് റോഡിലെ ചെക്ക് പോസ്റ്റിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമനെയും അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ നിരവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഉടൻ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും പോലീസ് പറഞ്ഞു. പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കാൻ കഴിയുന്ന തരത്തിൽ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിയുമെന്ന് പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.